നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം സാർ. പിണറായി വിജയൻ്റെ മകൾ ടി വീണ അറസ്റ്റിലേക്ക് എന്നൊരു വാർത്തയുമായാണ് കേരളം ഇന്ന് ഞെട്ടി ഉണരുന്നത്. കാരണം അറസ്റ്റ് ഏത് നിമിഷവും നടക്കാം. എക്സാലോജിക് എന്ന കമ്പനി അത് വല്ലാത്ത ഒരു ലോജിക് ഇല്ലാത്ത കമ്പനി ആയിപ്പോയി. എക്സ്ട്രാ ലോജിക്ലെസ് കമ്പനി എന്നായിപ്പോയി. കാരണം CMRൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും കൂടെ 242 അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചിട്ടുണ്ട്. അതിൽ വീണയുടെ എത്ര അക്കൗണ്ടെന്ന് ED ഇതുവരും പറഞ്ഞിട്ടില്ല. പല വിദേശ അക്കൗണ്ടുകളും EDക്ക് കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം അറിയുന്നത്. ഇത് ഒരു കമ്പനിയിൽ നിന്ന് മാത്രമാണോ ഈ പണം വന്നത്? അല്ല, ഇത് ഈ 242 അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ഈ 242 അക്കൗണ്ടുകളിലായിട്ട് 18.36 കോടി രൂപ കിടപ്പുണ്ട്. ഇത് CMRലിന്റെ അക്കൗണ്ട് അല്ല. CMRലിന്റെ അക്കൗണ്ട് അല്ല, ഇത് വീണയുടെ പേരിലുള്ള അക്കൗണ്ടുകൾ. അതായത് എക്സാലോജിക്, ഇത് വീണയുടെ ബാങ്ക് സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകളാണ് EDക്ക് കിട്ടിയത്. അപ്പോൾ അതിലിപ്പോൾ HDFCയിലേക്ക് ഇത് മരവിപ്പിച്ചിട്ടുണ്ട്. ഈ 242 അക്കൗണ്ടുകളിൽ വന്നിരിക്കുന്ന പണം ആണോ ഈ 18.36 കോടി രൂപ, അത് സ്ഥിര നിക്ഷേപമായിട്ട് ഇട്ടിരിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് വിവരങ്ങളുണ്ട് അതിനകത്ത്. ഇവിടുത്തെ വിഷയം ഈ പണത്തിൻ്റെ ഉറവിടം. ഇപ്പോൾ രാജേഷ് ജി പറഞ്ഞതുപോലെ ഇത് കേവലം എക്സാലോജിക്ക് നടത്തിയ ചില നൽകിയ സർവീസുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച പണമാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതങ്ങനെ അല്ല എന്നുള്ളതിൻ്റെ നിരവധി സൂചനകൾ EDക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അപ്പോൾ ഈ വിവിധ കമ്പനികളുമായിട്ട്, കേവലം ഈ പറഞ്ഞ CMRലുമായിട്ട് മാത്രമല്ല, CMRൽ കേരള ഗവൺമെൻറ്റിന് 13.4% ഓഹരി ഉള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ടാണല്ലോ ഈ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്നും പറഞ്ഞ്, ഈ അന്വേഷണം സ്റ്റോപ്പ് ചെയ്യണമെന്നും പറഞ്ഞ് കേരള സർക്കാർ തന്നെ ഏതാണ്ട് 2 കോടിക്കടുത്ത് തുക കൊടുത്ത് പിന്നെ വെളിയിൽ നിന്ന് വക്കീലന്മാരെ ഇറക്കി സുപ്രീം കോടതി വരെ വാദിക്കാൻ, വിവിധ കോടതികളിൽ വാദിക്കാൻ ശ്രമം നടത്തി. ഇപ്പോൾ ഇതാ വീണ്ടും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കും. ഇപ്പോൾ ഈ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ, അതായത് EDക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളത് ഡിവിഷൻ ബെഞ്ചിൽ ഇപ്പോൾ തന്നെ അപ്പീൽ കൊടുക്കും. മിക്കവാറും അത് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് അത് ഫയൽ ചെയ്യപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. താമസിയാതെ തന്നെ കോടതിയിൽ നിന്ന് അതിൻ്റെ ആ ഹർജി സ്വീകരിച്ചാൽ കോടതി ഈ അന്വേഷണം തടസ്സപ്പെടുത്തുമോ, അതായത് സ്റ്റേ ചെയ്യുമോ, ED നടപടികൾ നിർത്തിവെക്കാൻ പറയുമോ, വാദം കേട്ടതിന് ശേഷം പുനരാരംഭിച്ചാൽ മതിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ ED ചില പൂട്ടുകൾ ഇട്ടു. അപ്പം ഉദാഹരണത്തിന് ഈ 242 അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും അതിൽ ഈ 18.36 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപത്തിൻ്റെ കണക്കുകൾ ഹാജരാക്കാൻ പറയുകയും എന്നുവെച്ചാൽ അതിൻ്റെ ഉറവിടം ഹാജരാക്കാൻ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ED വളരെ അഡ്വാൻസ്ഡ് ആണ്. അത് എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ സമൻസൊക്കെ തയ്യാറായി വീണയോട് ചോദ്യം ചെയ്യലിന് വിധേയമാകാനായിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ ED ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെടും. അതിനുള്ള സമൻസ് തയ്യാറായി എന്നാണ് നമുക്ക് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് ED ഒരു അറസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിന് നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. കാരണം ഇപ്പോൾ EDക്ക് ഒരു പടി മുകളിലാണ് ED. കാരണം അവരുടെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു. തെളിവുകൾക്കൊപ്പം അതും ഒരു വിഷയമാണ്. അപ്പോൾ ED പറയാൻ പോകുന്നത്, കോടതിയിൽ പറയാൻ പോകുന്നത്, ഇവർക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട്, ഇവരെന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ, ഇവരിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇത് ED കോടതിയിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടൊരു സമൻസ് വന്നാൽ, അങ്ങനെ ഒരു നീക്കം നടന്നാൽ, വീണയുടെ അടുത്ത് ഹാജരാകാനായിട്ട് സമൻസ് വരുന്നു, ഹാജരാകുന്ന വീണയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഹർജി കോടതിയിൽ പരിഗണിക്കാൻ ഒരു ചെറിയ സമയം വേണം. തീർച്ചയായിട്ടും അല്ലേ? അതിപ്പോൾ എന്തായാലും ഒരു 24 മണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കും. അത് നമുക്കറിയാം. ഹൈക്കോടതിയിൽ ഒരു ഹർജി എങ്ങനെയാണ് വരുന്നത്, രജിസ്ട്രാർ അടുക്കൽ പോയി അത് നമ്പറിട്ട് ഹൈക്കോടതിയിൽ വരണം എന്ന് മാത്രമല്ല, അത് ഏത് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ വരുന്നു എന്നുള്ളത് ഒരു വിഷയമാണ്. അതുപോലെ അതുമാത്രമല്ല, നോട്ട് ടു അറസ്റ്റ് എന്നൊരു ഉത്തരവ് കൂടി സമ്പാദിക്കാൻ ഇവർ ശ്രമിച്ചേക്കും അല്ലേ? തീർച്ചയായിട്ടും അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ട് അങ്ങനൊരു ഹർജി കൊടുക്കാനും വീണ വ്യക്തിപരമായിട്ട് തന്നെ കൊടുക്കാൻ സാധ്യതയുണ്ട്.
എക്സാലോജിക്കിൻ്റെ ഡയറക്ടറായിരുന്നു എന്നുള്ള നില വെച്ചുകൊണ്ട് അങ്ങനൊരു ഹർജി കൂടെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മറ്റ് ഹർജിയും ഈ തുടർ ഹർജിയും വ്യക്തിപരമായിട്ടല്ലേ കൊടുക്കുന്നത്? വ്യക്തിപരമായിട്ട് വീണയ്ക്കും കൊടുക്കാം. ഇപ്പോൾ പിന്നെ KSIDC ഭരണം ഇവരുടെ കയ്യിലല്ലല്ലോ. വ്യവസായ മന്ത്രി ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹം എന്തായാലും ഇങ്ങനൊരു ഹർജി കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ തയ്യാറാകും എന്ന് തോന്നുന്നില്ല. UDF സർക്കാരിന് ഈ കാര്യത്തിൽ ഒന്നും പറയാനില്ല, ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ തമ്മിലായിക്കോ. അതായത് EDയും എക്സാലോജിക്കിൻ്റെ ഡയറക്ടർ വീണയും വീണയുടെ അച്ഛൻ പിണറായി വിജയൻ ആയിട്ട് തമ്മിൽ നിങ്ങൾ ഗുസ്തി തുടർന്നോളൂ, ഞങ്ങൾ കാഴ്ചക്കാരായിട്ടിരുന്നോളാം. അതാണ് UDF സർക്കാരിൻ്റെ ഇനിയുള്ള നയം. പിന്നെ അവർ ചിലപ്പോൾ രഹസ്യമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നതെന്നിരിക്കും. കാരണം രേഖകളും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതിലും അങ്ങനെയൊക്കെയുള്ള നീക്കുപോക്കുകളിൽ ചില മറിമായങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം വ്യവസായ മന്ത്രി പ്രത്യേകിച്ചും PK കുഞ്ഞാലിക്കുട്ടി ആയതുകൊണ്ട് നമുക്കറിയാം അദ്ദേഹം പിന്നെ പിണറായി വിജയനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാലങ്ങളായുള്ള ബന്ധം ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അത് ഇന്നും ഇന്നലെ അല്ല, വളരെ പഴയ ഐസ്ക്രീം കേസ് തൊട്ട് തുടങ്ങിയതാണ് അതൊക്കെ. അത് പിന്നീട് TP കേസിലുമൊക്കെ നമ്മൾ കണ്ടു. അന്തർധാര, അതെ, കാരണം ഇവർ ലിങ്ക് ചെയ്യിക്കുന്ന ചില വ്യവസായ പ്രമുഖരൊക്കെ പുറത്തുണ്ട്, ഇപ്പോഴുമുണ്ട്. അത് ഏത് സർക്കാർ വന്നാലും, ഇനി ഒരു പക്ഷേ LDF സർക്കാർ വന്നാലും UDF സർക്കാർ വന്നാലും ഈ ലിങ്ക് അന്തർധാര ലിങ്കേജ് ആ അന്തർധാര വളരെ ശക്തമാകും. കാരണം ഇടനിലക്കാർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സുഹൃത്തുക്കൾ, മീഡിയേറ്റേഴ്സ് എന്ന് പറയാം. അത് പൊളിയണമെങ്കിൽ ഈ മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ള വ്യവസായികൾ പിന്മാറുകയോ അവർക്ക് അപകടങ്ങൾ വരികയോ അവരേതെങ്കിലും അക്കൗണ്ടിൽ ഇവരുടെയൊക്കെ ബന്ധം എങ്ങനെയാണെന്നുള്ളത് അന്വേഷിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാവുന്നൊരു കാര്യം, നമ്മൾ പറഞ്ഞു അന്ന് കോടതി വിധി വന്ന ഉടനെ നമ്മളാണ് പറഞ്ഞത് ഏത് നിമിഷവും ED എത്താം, അല്ലേ? ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഏത് നിമിഷവും വീണയുടെ അറസ്റ്റ് നടക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വീണയെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ അന്വേഷണ ഏജൻസിയാണ് തീരുമാനിക്കുന്നത്. നമുക്കതിനകത്ത് അഭിപ്രായമോ പങ്കോ ഇല്ല. പക്ഷേ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഏത് നിമിഷവും അറസ്റ്റ് എന്ന് പറഞ്ഞാൽ സമൻസ് അയച്ച് വിളിച്ചു വരുന്നതും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നതും രണ്ട് തരത്തിലാണ്. അല്ല, അങ്ങനെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തി അവർക്ക് ചോദ്യം ചെയ്ത് വിട്ടയക്കേണ്ടി വരും. അല്ലെങ്കിൽ വിളിച്ചു വരുത്തി തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ആവശ്യമില്ല. ഇപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് ഈ ED അത്രയും മികച്ച ഉദ്യോഗസ്ഥർ EDയുടെ ഇപ്പോൾ കേരളത്തിൽ EDയുടെ ചുമതലയിലുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വീട്ടിൽ വന്ന് വീണയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അതവർ ചെയ്യുമോ, അതിന് തൻ്റെ ഇടമുള്ള ഉദ്യോഗസ്ഥർ അതിലുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ രാജേഷ് ജി പറഞ്ഞതുപോലെ തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് വീണയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ചോദ്യം ചെയ്യാൻ ഹാജരാകുന്ന വീണയെ അവിടെ വെച്ച് കൂടുതൽ തെളിവുകൾ, അതായത് ഏതൊക്കെ തെളിവുകൾ ചൂണ്ടിക്കാട്ടിയാണോ ഇവർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് അതിനപ്പുറത്തേക്ക് കുറേ കൂടെ കോൺക്രീറ്റ് എവിഡൻസ് അത് കാണിച്ചുകൊണ്ട് വീണയെ അറസ്റ്റിലേക്ക് കൊണ്ടുപോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള സാധ്യത വളരെയുണ്ട്. ഇപ്പോൾ ED ഇന്നലത്തെ മെനങ്ങാന്നത്തെ സംഭവം കൂടി വെച്ച് നോക്കുമ്പോൾ വീട്ടിനുള്ളിൽ കയറി വീണയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു നടപടിയിലേക്ക് അവർ പോകാൻ മടിക്കും. കാരണം ലാ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വീണ്ടും മോശമാകും. തീർച്ചയായിട്ടും CPMകാർ അത് തടയാൻ രംഗത്ത് വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. നമ്മൾ കണ്ടതാണ് മുമ്പ് പലപ്പോഴും. അബ്ദുൽ നാസർ മദനിയുടെ ഒക്കെ കാര്യത്തിൽ കണ്ടതാണല്ലോ, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടയാൻ ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ CPMകാരും ഈ വീണയുടെ അറസ്റ്റ്, ഇവിടെ സത്യത്തിൽ ഇവർ പിണറായിയെ വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ EDയുടെ മുന്നിലുള്ളത് പ്രതിയായിട്ട് വീണ മാത്രമാണ്. എക്സാലോജിക് കമ്പനിയും അതിൻ്റെ ഡയറക്ടറുമാണ്. ഇനി ആ വീണയ്ക്ക് അപ്പുറത്തേക്ക് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് വീണയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞ ലിങ്ക് കരിമൽ കർത്തയും അല്ല, ലിങ്ക് മാത്രമല്ല വീണയുമായിട്ടുള്ളതും, അല്ലെങ്കിൽ ലിങ്ക് മാത്രമല്ല ഈ ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡ്, ഇൻ്ററിംഗ് സെറ്റിൽമെൻറ്റ് ബോർഡ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് വീണയ്ക്ക് ഈ പണം കൊടുത്തു? അതായത് വീണയുടെ അച്ഛൻ എന്തിനു കൊടുത്തു? വീണയുടെ അച്ഛൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, മലിനീകരണ നിയന്ത്രണ ബോർഡിനെ നിയന്ത്രിക്കുന്ന വകുപ്പ് മന്ത്രിയും കൂടിയാണ്. അപ്പോൾ ആ ബന്ധമില്ലായിരുന്നെങ്കിൽ വീണയ്ക്ക് ഇങ്ങനെ ഒരു സഹായം കിട്ടേണ്ട കാര്യമില്ല, ഇങ്ങനെ ഒരു പണം കിട്ടേണ്ട കാര്യമില്ല. ഇതാണ്
ഇതുവരെയുള്ള ഈ കേസിനെ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകം ഇതാണ്. വീണ ശരിക്കും എനിക്കൊന്ന് വീണയെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഭർത്താവായ മുഹമ്മദ് റിയാസിന്റെ പേര് ഒരു ഘട്ടത്തിലും ഈ ഒരു മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടില്ല. അന്ന് ഈ വീണയും റിയാസും തമ്മിൽ വിവാഹിതരായിട്ടില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് പിന്നീട് 2017 മുതൽ 19 വരെ ഉള്ള കാലയളവിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളാണ്. അപ്പോൾ ആ സാമ്പത്തിക ഇടപാടുകൾക്ക് കാരണം എന്താണ്? വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി വീണയുടെ അടുത്ത ബന്ധുവാണ്. ഈ ബന്ധുത്വമാണ് CMRLനെ കൊണ്ട് ഈ പണം കൊടുപ്പിച്ചത്. ഇത് നമ്മൾ പറയുന്നതല്ല കേട്ടോ, ഇത് അന്വേഷണ ഏജൻസികളും അമ്മയുടെ സഹോദരി, അങ്ങനെ അമ്മയുടെ സഹോദരിയുടെ എന്തൊരു അടുത്ത ബന്ധമാണ് ഈ. അതല്ല അച്ഛൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയന്ത്രണമുള്ള വകുപ്പിന്റെ മന്ത്രി ആയിട്ട് വീണയുടെ അച്ഛൻ ആ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട്, ആ പദവിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ഇത്തരത്തിൽ വീണയ്ക്ക് പണം നൽകിയത് എന്ന് നമ്മളല്ല പറയുന്നത്. ഈ പറഞ്ഞ പോലെ IT-യുടെ SFIOയിൽ കൊടുത്ത പരാതി, അന്വേഷണ റിപ്പോർട്ട് എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ്. അപ്പോൾ വീണയ്ക്ക് വെറുതെ ഒരാൾ പണം കൊടുത്തതല്ല, മറിച്ച് വീണയുടെ അടുത്ത ബന്ധു ഇത്രയും വലിയൊരു പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് വീണയ്ക്ക് ആ പണം കൊടുത്തു. ഈ ബന്ധുത്വമാണ് അതിന് കാരണം. ഇത് ഇന്നലെ ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതാണ് ഈ കാര്യം. അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയതാണ് ആ ചർച്ചയിൽ ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് വിഷയം. അപ്പോൾ ഇനി വീണയിൽ നിന്ന് അന്വേഷണം ഈ ബന്ധുത്വം, ഏത് ബന്ധുത്വം കാരണമാണോ വീണയ്ക്ക് ഈ പണം കിട്ടിയത്, ആ ബന്ധുത്വത്തിൻ്റെ സാങ്കത്യം അന്വേഷിച്ച് ED പോകും. ആ ബന്ധു പണം കൈപ്പറ്റിയോ അല്ല, അതാണ് അവിടുത്തെ വിഷയം. അതാണ്. അപ്പോൾ ഇനി ഇവിടെ ഈ കേസിൻ്റെ മുന്നോട്ടുള്ള ഗതി എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ട ഒന്നാണ്. എന്ത് സംഭവിക്കുക ഇതിനകത്ത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വിധി പറഞ്ഞ ഹൈക്കോടതി ജഡ്ജി ഉണ്ടല്ലോ, സിംഗിൾ ബെഞ്ച്, അദ്ദേഹം 6 മാസം മുമ്പേ ഇതിൻ്റെ വാദങ്ങളെല്ലാം പൂർത്തിയാക്കി. അതായത് EDക്ക് പറയാനുള്ളതും കേട്ടു, എക്സാലോജിക്കിന് പറയാനുള്ളതും കേട്ടു, CMRLന് പറയാനുള്ളതും കേട്ടു, നമ്മുടെ KSIDC വ്യവസായ വകുപ്പിന് പറയാനുള്ളതും കേട്ടു, എല്ലാം കേട്ടിട്ട് 6 മാസം കഴിഞ്ഞാണ് ഈ കേസിൽ വിധി വരുന്നത്. അതായത് വളരെ കൃത്യമായിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ആണ് വിധി വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ കൃത്യമായൊരു കാൽക്കുലേഷൻ ഉണ്ട്. കാരണം അതിന് മുമ്പ് ഈ വിധി വന്നിരുന്നെങ്കിലോ തീർച്ചയായിട്ടും ED ഉദ്യോഗസ്ഥർക്ക് ഇവിടെ പ്രവേശിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടായത്. തീർച്ചയായിട്ടും പോലീസുകാരെ ക്ലിഫ് ഹൗസ് ലാഗും സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈ വാടക വിടുന്നുള്ളത് അത് ക്ലിഫ് ഹൗസിൽ കയറി EDക്ക് വീണയെ ചോദ്യം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അപ്പോൾ EDക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ തടസ്സം വരും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടല്ലേ ഈ വിധി ഇത്രയും വൈകിയത്? ഇല്ലെങ്കിൽ ഈ 6 മാസം വിധി സ്വാഭാവികമായിട്ടും ജഡ്ജിക്ക് വിധി തയ്യാറാക്കാനുള്ളൊരു സമയം വേണം. ആ സമയം കൃത്യമായിട്ട് ഇവിടെ 6 മാസം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. വ്യവസായ വകുപ്പിന് വേണ്ടി ഈ കേസ് നീട്ടിവെക്കപ്പെട്ടോ എന്ന് കൂടി നമ്മൾ അന്വേഷിക്കണം. കാരണം അതൊക്കെ വ്യവസായ മന്ത്രിയുടെ ഇടപെടലുകൾ ഇതെല്ലാം ഇനി കാരണം വിവിധ ഈ CMRL മാത്രമല്ല മറ്റ് പല വ്യവസായ സ്ഥാപനങ്ങളും ഈ പണം ഇങ്ങനെ ഇത്തരത്തിൽ ഈ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിന് സംസ്ഥാന വ്യവസായ മന്ത്രിയും സമാധാനം പറയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മുൻ വ്യവസായ മന്ത്രിക്ക് ഇപ്പൊ KSIDC ഇതിൽ ഇടപെട്ടു, പിന്നെ ലക്ഷങ്ങളും കോടികളും മുടക്കി വലിയ അഭിഭാഷകരെ കൊണ്ടുവന്ന് വാദിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വ്യവസായ മന്ത്രി അറിയാതെ നടക്കില്ലല്ലോ. വ്യവസായ മന്ത്രിക്കും ഇതിൽ മനസ്സറിവുണ്ട്. പക്ഷേ ഞാൻ അതിനുമൊക്കെ അപ്പുറത്ത് കാണുന്നത് ഈ ഒരു ബന്ധുത്വമാണ്. അതൊന്ന്. അപ്പോൾ വീണ അറസ്റ്റിലായാൽ മാത്രമേ അന്വേഷണം അങ്ങോട്ട് നീളൂ. വീണ കസ്റ്റഡിയിലായാൽ മാത്രമേ EDക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതൊരു വിഷയം. രണ്ടാമത്തത് ഈ പറഞ്ഞതുപോലെ എക്സാലോജിക്ക് മാത്രമല്ല നിരവധി കമ്പനികളിൽ നിന്ന് പണം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ, ഇവർക്കൊക്കെ എന്ത് സേവനം കൊടുത്തു? ഇപ്പം ഈ വാങ്ങിയ പണം എന്ത് ചെയ്തു എന്നും കൂടെ അറിയാം. വാങ്ങിയ പണം എന്ത് ചെയ്തു എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ എക്സാലോജിക്കിൽ വർക്ക് ചെയ്തിരുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, ഡെവലപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരെ ചോദ്യം ചെയ്തപ്പോൾ ഈ SFIOയിൽ അവർ കൊടുത്തിരിക്കുന്ന മൊഴി അനുസരിച്ച് ഈ പറഞ്ഞതുപോലെ കാര്യമായ സേവനം ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല.
ഈ CMRLുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സേവനം നൽകിയതായിട്ട് അവർക്കറിയില്ല. അതെ, തീർച്ചയായും അവർക്കറിയില്ല. അപ്പോൾ ഇത്രയും കമ്പനികൾ എങ്ങനെ എക്സാലോജിക്കിന് ഈ പണം കൊടുത്തു? ഇത് ED ഇനി അന്വേഷിക്കുന്ന ഒരു വിഷയമാണ്. ഈ വാങ്ങിയ പണം എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് രണ്ടാം ഘട്ടമാണ്. പക്ഷെ ഒന്നാം ഘട്ടം ഈ പണം എങ്ങനെ ഇവിടേക്ക് വന്നു. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ നികുതി അടച്ചു, GST ഉണ്ട്. എന്ത് തന്നെ ആയാലും ശരി, നിങ്ങൾ എന്ത് സേവനം കൊടുത്തിട്ടാണ് ഈ പണം കിട്ടിയിരിക്കുന്നത്? ഇപ്പോൾ CMRLന്റെ കാര്യത്തിൽ മാത്രമല്ല, GST ബില്ല്, ഒരു സേവനം കൊടുത്തെങ്കിൽ GST ബില്ലോടെ കാണിക്കേണ്ടി, അതൊന്നും ഇവിടെ ബാധകമല്ല. ഇവിടെ നിങ്ങൾ എന്ത് സേവനം കൊടുത്തു, നിങ്ങൾ നിയമപരമായിട്ട്, അതായത് വളഞ്ഞ വഴിയിലൂടെ ഈ കറുത്ത പണത്തെ വെളുത്ത പണമാക്കി മാറ്റി, നിയമവിധേയമാക്കി മാറ്റി എന്ന സംശയമാണ് ഇവിടെ ഉയരുന്നത്. അതിനാണ് EDക്ക് കൃത്യമായിട്ട് ആദ്യത്തെ ചോദ്യം അതാണ്, അതിനാണ് ഉത്തരം കിട്ടേണ്ടത്. അപ്പോൾ അത് വീണയെ കസ്റ്റഡിയിലെടുത്ത് അവരുടെ ഇതിൽ വെച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ അതിന് ഉത്തരം കിട്ടുള്ളൂ. അത് വീണ വീട്ടിൽ കഴിയുമ്പോൾ വീട്ടിൽ വന്ന് ചോദിച്ചിട്ട് പോയാൽ കിട്ടില്ല ഉത്തരം. അതുകൊണ്ട് അവരടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. അത് വിഷയം കൂടുതൽ സങ്കീർണമാക്കും. തീർച്ചയായിട്ടും CPM വലിയ കോലാഹലവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങും. നമ്മുടെ തെരുവുകൾ കലാപകലുഷിതമാകുമോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ട് അതെ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് തുടർ നടപടികളുമായിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ന് രാവിലത്തെ വാർത്ത അപ്പീൽ പോകും എന്നാണ്. പക്ഷേ അപ്പീൽ പോകുന്നതിന് മുമ്പ് തന്നെ ED അടുത്ത നടപടികളിലേക്ക് കടക്കും. കടക്കും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ 18.36 കോടി രൂപ സ്ഥിര നിക്ഷേപം വിവിധ ബാങ്കുകളിലായിട്ടുള്ളത് മരവിപ്പിച്ച് 242 അക്കൗണ്ടുകളിലായിട്ട് കിടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വിദേശത്തെ ബാങ്കിൽ ഉള്ള നിക്ഷേപം, വീണയുടെ ഇടപാടുകൾ, അതിനെക്കുറിച്ചും ED വിവരങ്ങൾ തേടുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നു. ആ വിഷയത്തിലും അടുത്തതൊരു വലിയ കുരുക്ക് മുറുകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ബന്ധുത്വം, ഈ ഭരണഘടനാ പദവി വഹിച്ചിരുന്ന ആളുമായുള്ള വീണയുടെ ബന്ധുത്വം, ആ ബന്ധുത്വത്തെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് അന്വേഷണം നടക്കും. അപ്പോൾ വീണയ്ക്കെതിരെ മാത്രമല്ല, അച്ഛൻ പിണറായി വിജയനെതിരെയും അന്വേഷണം വരും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.